ആമുഖത്തിലെ മതേതരത്വം സോഷ്യലിസം എന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയത് 1976 42-ാം ഭേദഗതി വഴി തന്നെയാണ്. അത് RSSന്റെ വിമർശനം ശരിയാണ്. 42-ാം ഭേദഗതി നിർണായകമാണ്. വിവാദമായി അന്ന് തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുകയാണ്. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അനിയന്ത്രിത അധികാരം നൽകിയെന്ന് കാണുന്നു. ഭരണഘടന ആമുഖത്തിൽ ആദ്യമായി മാറ്റം വരുത്തിയത് അടിയന്തരാവസ്ഥ കാലത്താണ് എന്ന് ഹോസബാളെ പറഞ്ഞ വസ്തുതയാണ്. പരമാധികാര റിപ്പബ്ലിക്ക് എന്ന് മാറ്റി പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നാക്കുകയാണ് ആ ഭേദഗതിയിലൂടെ ചെയ്തത്. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നത് മാറ്റി രാഷ്ട്രത്തിൻ്റെ ഐക്യവും സമഗ്രതയും എന്നാക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഭേദഗതിയിലൂടെ ജുഡീഷ്യറിയുടെ അധികാരം വെട്ടി പാർലമെൻറ്റിൻ്റെ അധികാരം പരിമിതപ്പെടുത്തി. ജനതാ സർക്കാർ പഴയ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമാറ്റം ഉണ്ടായില്ല എന്നുകൂടെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നു. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ഭേദഗതി ചെയ്യാം. 1960 ബെറൂബാരി കേസിൽ സുപ്രീം കോടതി ഈ കാര്യമാണ് പറഞ്ഞത്. ആമുഖം ഭരണഘടനാ ഭാഗമാണ്, ഘടന തിരുത്തരുത്. 1973 കേശവാനന്ദ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിധികളിലൊന്ന്. സോഷ്യലിസം ഉൾപ്പെടുത്തിയത് അംബേദ്കർ എതിർത്തുവെന്നാണ് RSS ഇപ്പോൾ ഉയർത്തുന്ന വാദം. മതനിരപേക്ഷത ഭേദഗതി ഭരണഘടനാ അസംബ്ലി തള്ളിക്കളഞ്ഞതാണെന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന വാദം. സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് KT ഷാ ആണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നു. മതനിരപേക്ഷ സഹകരണ കോമൺവെൽത്ത് എന്ന നിർദ്ദേശവും അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സാമൂഹികം സാമ്പത്തികം ഘടന ഭരണഘടനയിൽ സ്ഥാപിക്കരുതെന്ന് അംബേദ്കർ ചൂണ്ടിക്കാട്ടി. ഈ പറയുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലത്തെ കാര്യങ്ങളാണ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളവ എന്നും ആ ഘട്ടത്തിൽ വാദിക്കപ്പെട്ടിരുന്നു. സോഷ്യലിസ്റ്റ് ദർശനമാകാം, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത് എന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. സോഷ്യലിസത്തേക്കാൾ മികച്ച ഘടന ഭാവിയിൽ രൂപപ്പെട്ടേക്കാം എന്ന് അംബേദ്കർ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ അതാണ് ഇതിന് കാരണമായത്. അതിൽ ചേർക്കേണ്ടതില്ല എന്ന നിലപാട് അപ്പോൾ വന്നത്. ആമുഖത്തിൻ്റെ രൂപം ചർച്ച ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന വട്ട ചർച്ചകളിലാണ്. ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കണം എന്ന ഭേദഗതി ചില അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഏത് ദൈവത്തിൻ്റെ പേരിലെന്ന ചോദ്യം ചർച്ചയായിട്ട് ഉയർന്നു. സങ്കുചിത കാഴ്ചപ്പാടാണെന്ന വിമർശനം വന്നു. ദൃഢപ്രതിജ്ഞയ്ക്ക് അവകാശമുള്ള ഭരണഘടന ദൈവനാമം സമർപ്പിക്കാൻ കഴിയില്ല എന്ന വാദം ശക്തമായിട്ട് വന്നു. ഭേദഗതികൾ പിൻവലിക്കണമെന്ന് ഭരണഘടനാ അസംബ്ലി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ദൈവനാമത്തിൽ വേണമെന്ന നിർദ്ദേശം 68-41 നിലയിൽ വോട്ടിനിട്ട് തള്ളി. 62% പേർ എതിർക്കുകയായിരുന്നു. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് സെക്യുലർ നീക്കണമെന്ന ആവശ്യം നേരത്തെയും ചർച്ചയായിരുന്നു. BJP നേതാക്കളായ സുബ്രഹ്മണ്യൻ സ്വാമിയും അശ്വിനി കുമാറും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഹർജികൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ സോഷ്യലിസം പ്രാഥമികമായി ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ആ വിധിയിൽ പുറത്തേക്ക് വന്നു. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും കോടതി ഖണ്ഡിതമായിട്ട് വ്യക്തമാക്കി. ഭരണഘടനാ ഭേദഗതിക്കുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. അടിസ്ഥാന ഘടന മാറ്റം വരുത്താതെ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാനാകൂ എന്ന് ചീഫ് ജസ്റ്റിസ് അന്ന് വിധിച്ചു. ഭരണഘടനയാണ് പരമോന്നതം, ജനാധിപത്യത്തിൻ്റെ മറ്റു തൂണുകൾ അതിന് കീഴിലാണ് എന്ന് അന്നത്തെ വിധിയിലുണ്ട്.